ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് ജോക്കുകളിൽ പറഞ്ഞാണ് കംപ്ലൈൻറ്റുകൾ പറഞ്ഞാൽ സ്പീഡോമീറ്ററിനകത്ത് ഒരു ബൾബ് ലൈറ്റ് തെളിയണില്ല, അപ്പോൾ അത് റെഡിയാക്കണം. പിന്നെ വണ്ടി റണ്ണിങ്ങിൽ ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്, ബ്രേക്ക് ചെക്കപ്പ്, ജനറൽ സർവീസ്, ക്ലച്ച് സൈഡ് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, എഞ്ചിൻ ഓയിൽ ചെക്കപ്പ്, വാട്ടർ സർവീസ്. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞാണ് കേട്ടോ. വണ്ടി ഇപ്പോൾ നമുക്ക് സർവീസിൽ കയറിയേക്കണ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 79,541 കിലോമീറ്ററാണ് ഇപ്പോൾ നമ്മൾ മെയിൻ്റനൻസിന് കയറ്റിയാണ്. അപ്പോൾ നമ്മളതിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി. അതിൻ്റെ ക്ലച്ച് സൈഡിൽ നിന്നൊക്കെ നല്ല രീതിയിൽ ശബ്ദ വ്യത്യാസമുണ്ട്. വണ്ടി നമ്മൾ ആക്സിലേറ്റർ കുറച്ചിലെടുക്കുമ്പോൾ മൊത്തത്തിലൊരു കുറച്ചിൽ പോലെയൊക്കെയാണ് ബാക്ക് സൈഡിൽ നിന്ന് കിട്ടിയിരുന്നത്. അപ്പോൾ അതാണ് നമുക്ക് മെയിനായിട്ടൊരു കംപ്ലൈൻ്റ് ആയിട്ട് തോന്നിയായിരുന്നു കേട്ടോ. നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈനറാണ്, അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഈ ഒരു സർവീസും കൂടി നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ചെറിയ ടൈറ്റ് കാണിച്ചിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. ഇത് ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റും വേണം. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അതേപോലെ തന്നെ ഗിയറിൻ്റെ ഓയിൽ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് തീരെ ലെവലില്ല കേട്ടോ. അതിനകത്ത് ആ ഗിയറിൻ്റെ ഓയിലും കൂടി നമുക്ക് കൂട്ടത്തിക്കട മാറ്റേണ്ടതായിട്ട് വരും. ഏകദേശം ഒരു 80-85 രൂപ നമുക്ക് തന്നെ കോസ്റ്റ് വരുന്നുണ്ട്. ബാക്കിലത്തെ ടയർ പുതിയ ടയറാണ്, കുഴപ്പമൊന്നുമില്ല. ഹബിനായാലും വേറെ പറയത്തൊക്കെ കംപ്ലൈൻറ്റ് ഇല്ല. അപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് ബ്രേക്ക് ക്യാം അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബാക്കിൽ വരുന്ന ഗിയർ ട്രാൻസ്മിഷൻ്റെ ഗിയർ ഓയിൽ മാറ്റി റീസെറ്റ് ആക്കാം. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ച് സൈഡൊക്കെ അഴിച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ഫിൽറ്റർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററിനെ യൂസ് ചെയ്താണ്. കുറച്ച് പൊടിയൊക്കെ ഇടുക, നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്തിടാം. പിന്നീട് കുറേ കൂടി ഓടിയിട്ട് മാറ്റിയാൽ മതി. ക്ലച്ച് സൈഡ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ക്ലച്ചിനകത്താണ് നമുക്ക് ആ വണ്ടി ഒരു ജർക്കിങ് കാണിക്കാനുണ്ടായ ഒരു കംപ്ലൈൻറ്റിൻ്റെ കാരണം. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് എന്നൊക്കെ കുറേ യൂണിറ്റൊക്കെയാണത്. ഇത് തമ്മിൽ നല്ല രീതിയിൽ പ്ലേ കാണിക്കുന്നത്. എത്ര ഷെയ്ക്ക് അതിൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പോൾ ഇത് ഒട്ടും ഷെയ്ക്ക് ഇല്ലാതെ മൂവ് ചെയ്യേണ്ട ഒരു പാർട്ടാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്നത് ഈ ബുഷുകൾ, റോളർ സെറ്റ് എന്ന് പറയും, അത് മൊത്തം പ്ലാസ്റ്റിക് കോട്ടിങ്ങോട് കൂടിയിട്ട് തന്നെയാണ്. അതൊക്കെ മൊത്തം പൊട്ടിക്കിടക്കാണ്. ഈ സൈഡൊക്കെ പൊളിഞ്ഞിരിക്കുകയാണ് ഇതിനകത്ത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ വീലും ബോസ് ഡ്രൈവ്, ഈ റോളർ സെറ്റുകൾ മാറ്റണം. അതേപോലെ ഈ പീസ് സെറ്റ് സ്ലൈഡ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വി ബുഷ് അടക്കം മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. അതാണ് നമുക്ക് നിലവിൽ ആ ബാക്ക് സൈഡിൽ നിന്ന് ആ സൗണ്ട് കാണിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ ബെൽറ്റൊക്കെ നോക്കി, ബെൽറ്റ് പുതിയ ബെൽറ്റാണ്, കമ്പനി ബെൽറ്റ് കിടക്കണം, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണേ. ക്ലച്ച് യൂണിറ്റ് ആയാലും നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി, വേറെ പറയത്തൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് ഈ ഫ്രണ്ട് എഞ്ചിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഹെഡിൻ്റെ അവിടെ പറയത്തൊക്കെ ലീക്കേജ് ഒന്നുമില്ല. ചോക്കിൻ്റെ കേബിൾ ചെക്ക് ചെയ്യുമ്പോൾ അത് ഫുൾ ടൈറ്റ് ആയിരുന്ന അവസ്ഥയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു യൂസേജ് കുറവാണ്. ഈ ചോക്ക് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതാണ് ശരിക്കും. കാരണം രാവിലെ ഏത് ദിവസം എടുക്കുമ്പോൾ വണ്ടി ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചോക്ക് യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടാവും. തന്നെയല്ല നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ ലൈഫിനടക്കം ഗുണം ചെയ്യുന്നതാണത്. കാരണം പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ടാവും, ബാറ്ററി ലോഡ് എടുക്കാണ്ട് വണ്ടി സ്റ്റാർട്ട് ആയിക്കോളും. അപ്പോൾ ചോക്ക് യൂസ് ചെയ്യണം, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇപ്പോൾ എന്തായാലും ചോക്ക് കേബിൾ മാറ്റിയിടാം. കാരണം ചോക്ക് ഒരല്പം ലോഡായിട്ട് നിൽക്കണതുകൊണ്ട് അങ്ങനെ കിടന്ന് ഓടിക്കഴിഞ്ഞാൽ ഓൾറെഡി കുറേ കഴിയുമ്പോഴത്തേക്കും മൈലേജ് ഷോട്ട് കാര്യങ്ങളൊക്കെ വരാനായിട്ട് തുടങ്ങും. പിന്നെ ആക്സിലേറ്റർ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു. ആക്സിലേറ്റർ കേബിൾ കുഴപ്പമൊന്നുമില്ല, നല്ല കേബിളാണ്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകൾ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ, അപ്പോൾ ഈ ഗ്രീൻ ബുഷ്, ഈ ഷോക്കിൻ്റെ വന്ന ബുഷ് നമുക്ക് മാറ്റിയിടണം. അത് അത്യാവശ്യം ഓലായിട്ടുണ്ട്. മറ്റേ ലിങ്കിൻ്റെ ബുഷുകളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്താൽ മതി. അതിൻ്റെ റോളർ മാത്രം മാറ്റി നമുക്ക് റീസെറ്റ് ആക്കാം. പിന്നെ കോൺസെപ്റ്റ് ചെറിയൊരു അടി തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ ടൈറ്റ് ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഹാൻഡിൽ ടൈറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ആ രീതി തന്നെ യൂസ് ചെയ്യാം. കൂടുതൽ കംപ്ലൈൻ്റ് ആണെങ്കിൽ അഴിച്ച് മാറ്റി കളഞ്ഞാൽ മതി, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ടയറായാലും നല്ല ടയർ കിടക്കണം. പിന്നെ ബാറ്ററി നമ്മൾ കൂട്ടത്തിൽ കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ഇത് പവർ സോൺ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ബാറ്ററിയാണ് ഇത് ഇരിക്കുന്ന ബാറ്ററി കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു 2023 ബാറ്ററിയാണെന്ന് തോന്നുന്നു. 2023 ബാറ്ററിയാണ്. ഞാനതിൻ്റെ വോൾട്ടൊക്കെ നോക്കി, 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 8.92 വരെയൊക്കെ വരുന്നുണ്ട്. നിലവിൽ വോൾട്ട് ഒരല്പം കുറവായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ തീരെ മോശം അവസ്ഥയിലേക്കൊന്നും ആയിട്ടില്ല. സെൽഫ് ഒക്കെ വർക്ക് ചെയ്യുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അറിഞ്ഞിരിക്കുക, ബാറ്ററി വോൾട്ട് താഴേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും എഞ്ചിൻ ഹെഡിൻ്റെ അവിടെ വരുന്ന പ്ലഗ് നമ്മൾ അഴിച്ചിട്ടുണ്ട്. പുതിയ പ്ലഗ്ഗാണ്, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റും ക്ലീൻ ചെയ്തിടാം. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുമ്പോൾ ലെവൽ കുറവായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എഞ്ചിൻ ഓയിൽ ഊറ്റി അത് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൃത്യം 1/2 ലിറ്റർ, അതായത് 500 മില്ലിയാണ് നമുക്ക് നിലവിലുള്ളത്. 300 മില്ലി ഓയിൽ കുറവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതിനകത്തേക്ക് ഈ പഴയ ഓയിലിലേക്ക് പുതിയ ഓയിൽ മിക്സ് ചെയ്യുന്ന നല്ല ഓയിൽ മാറ്റാം ഫുള്ളായിട്ട്. അതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ദിവസമുണ്ട്. അപ്പോൾ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ, ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ, അതേതാണ് ആദ്യം എന്നെ ചൊപ്പ കയറ്റിയിട്ടൊന്ന് ഓയിൽ ലെവൽ നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യണം കേട്ടോ. പറയാൻ കാരണം ഇത്ര ലെവൽ കുറയുമ്പോൾ അത് എന്ത് കാരണം കൊണ്ടാണ് കുറഞ്ഞു പോണത്. നോർമൽ രീതിയിൽ പഴക്കം കൊണ്ട് കുറഞ്ഞാണെങ്കിൽ കുഴപ്പമില്ല, നോ പ്രോബ്ലം. നേരെ മറിച്ച് ഒരു മാസമൊക്കെ ഓടുമ്പോഴത്തേക്ക് നമുക്കൊരു 200 മില്ലി വ്യത്യാസത്തിലൊക്കെ ഓയിൽ കുറയുന്നുണ്ടെങ്കിൽ
നമ്മളതിൻ്റെ എഞ്ചിൻ്റെ ഹെഡിൻ്റെ ഭാഗത്താണ് കംപ്ലയിൻറ്റ്സ് വരാൻ സാധ്യത. അത് എത്രയും പെട്ടെന്ന് അത് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് അത് ചെക്ക് ചെയ്യണം. ഇതല്ലെങ്കിൽ എന്താ പ്രോബ്ലം വെച്ചാൽ നമ്മളത് അറിയില്ല. ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടണം നമ്മൾ അറിയില്ല. ഇതിപ്പോൾ ഇത്ര കാണിക്കുന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് പോകുന്നതോറും ഓയിൽ ലെവൽ പെട്ടെന്ന് കുറയുന്നൊരു സിറ്റുവേഷനിലേക്ക് വരും. അതുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞതിൻ്റെ കേസ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യണം. അതല്ലെങ്കിൽ മാക്സിമം ഉപയോഗിക്കുക, വേറെ പ്രോബ്ലം ഒന്നുമില്ല. കാരണം ഏകദേശം 70,000 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം സിലിണ്ടർ പിസ്റ്റൻ്റെ ഭാഗത്തൊക്കെ തേയ്മാനം കാണിക്കേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് അങ്ങനെ നോക്കാനായിട്ട് പറഞ്ഞത് കേസ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഇത് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തേക്കാം കേട്ടോ. അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ.